ഉണ്ടേന്നോലോ അത് തലമുറകളായിട്ട് ഈ നീന്താനുള്ള കഴിവ് ഉപയോഗിക്കാതെ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് നീന്താനുള്ള കഴിവില്ലാതാവുക ചെയ്യണത്. ഈ സാൽമൺ മീനല്ലേ ഏതൊരു പക്ഷീനെ പറ്റി മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടോ, ഏതൊരു പക്ഷിയുടെ പേര് വേണം, പക്ഷിയോ പൂമ്പാറ്റിൻ്റെ ഇത് പറഞ്ഞു മൈഗ്രേറ്റ് ചെയ്ത് 25,000 കിലോമീറ്റർ പറന്നിട്ടാണല്ലോ ആ പറന്നിട്ട് മറ്റൊരു രാജ്യത്തിലെത്തും. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അവിടുന്ന് അങ്ങോട്ട് പറന്ന പൂമ്പാറ്റകളാവില്ല. അത് വേറെ പൂമ്പാറ്റ പക്ഷിയാണ്, അത് വേറെ പക്ഷികളാവും. പക്ഷെ എന്നാലും ഇവർ വഴി തെറ്റാതെ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്തുന്നു. ഈ വയനാട്ടിലെ സ്ത്രീനെ കടുവ കൊന്നതിന്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞെന്താ വെച്ചാല് ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു കടുവയാണ് ഇതിനെ കൊന്നിട്ടുണ്ടാവാൻ സാധ്യത. അത് മാത്രമല്ല വളരെ അങ്ങനെ പുറത്താക്കപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ വളരെ വീക്കാവുമല്ലോ ഫിസിക്കലി. അപ്പോൾ ഒരു 50 or 60 മാനിന്റെ ഒക്കെ പിന്നാലെ ചെന്നാലേ ഒന്നിനെ കിട്ടുള്ളൂ, അതും നല്ല ശക്തനായിട്ടുള്ള കടുവകൾക്ക്. അപ്പൊ ഇതിന് ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല. ഇതില് പിടിക്കാൻ ഏറ്റവും എളുപ്പം വളരെ വീക്കായിട്ടുള്ള മനുഷ്യനാണല്ലോ. അതല്ല, ഇത് വേറെ അഭിപ്രായം വന്നെന്താരോ